എന്താടി ഇത്? നീലാണ്ടൻ ചേട്ടോ, എന്താണ്? വള്ളം തള്ള്. കുത്തല ശിവരാമോ, ഐതപ്പുഴ കായലിലെ ശിവരാമന്റെ കളിച്ചിരി മാറാത്ത പെണ്ണേ, എളിതങ്കമ്മോ. എടാ ശിവരാമോ, കുത്തല കളിച്ചിരി മാറാത്ത പെണ്ണേ, കളിച്ചിരി മാറാത്ത പെണ്ണേ. എന്തോ ഉണ്ട് പാർവതി നാട്ടു വർത്തമാനം? നാട്ടുവർത്താനം പറഞ്ഞ് നടക്കലല്ല എന്റെ തൊഴില്. അത് മാത്രമല്ല നിന്റെ തൊഴിലെന്ന് എനിക്കറിയാം. എന്റെ തൊഴിൽ എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ സഹായം വേണ്ട. നീ നിടത്ത് വശമാണോ ഉറങ്ങി എണീറ്റത്? കാര്യമില്ലാതെ വഴക്കിന് വരുന്നത് എന്തിനാ? കാര്യം ഉണ്ടോ ഇല്ലെന്ന് മോൻ വരുമ്പോ അങ്ങോട്ട് ചോദിച്ചു നോക്കാം. നിനക്കറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ? മക്കളുണ്ടായാലേ മാനമര്യാദയ്ക്ക് വളർത്തണം. അത് വേണം. നിങ്ങളുടെ മോനോട് പറഞ്ഞേക്കണേ പെമ്പിള്ളാരെ വഴിപഠിപ്പിക്കാൻ നടത്തരുതെന്ന്. നീ കാടയിലും പടലയിലും തല്ലാതെ കാര്യം പറ പാർവതി. കാര്യം എന്താന്ന്? ശിവരാമന്റെ മോളോട് ചിങ്ങരിക്കാൻ നടക്കുക. ഓ, പ്രായമായ ആമ്പിള്ളേരും പെമ്പിള്ളേരും ആകുമ്പോ അതൊക്കെ പതിവാ. നീ നിന്റെ ചെറുപ്പമൊക്കെ അങ്ങ് മറന്നോ പാർവതി? അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണ് മോന്റെ തോന്നിയാസം? ശൃംഗരിക്കുന്നത് തോന്നിയാസമല്ലെന്നാടി ഞാൻ പറയുന്നത്. കടത്തെ വള്ളം കെട്ടുന്നെല്ലാം പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാ. എനിക്കൊരു സംശയം പാർവതി, നിന്റെ മോള് കിടന്നുറങ്ങുന്നത് പുരയ്ക്കകത്തോ പുറത്തോ? ഞങ്ങളെ പുരയ്ക്കകത്ത് തന്നെയാ കിടന്നുറങ്ങുന്നത്. നിന്റെ പുരയുടെ കഥകിന്റെ സാക്ഷ അകത്തോ പുറത്തോ? ഇതെന്ത് മര്യാദയില്ലാത്ത ചോദ്യം? മര്യാദയുള്ള ചോദ്യമാടി. എന്റെ മകൻ അർദ്ധരാത്രിക്ക് നിന്റെ വീട്ടിന്റെ പുറത്ത് വന്നാ നിന്റെ മകന് നീ അറിയാതെ കഥകും തുറന്നു പോകുന്നത് എന്തിനാ? അവൻ എന്റെ മോളെ മയക്കി എടുത്തിരിക്കുക. അല്ല, നിന്റെ മോളെ എന്റെ ചെറുക്കിനെ മയക്കി എടുത്തിരിക്കുക. ആഹാ, നിങ്ങൾ മോന് വളം വെച്ച് കൊടുത്തിരിക്കുകയല്ലയോ? അതിനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം. നീ തുള്ളിച്ചാടി ഓടാതെ ഇങ്ങോട്ട് വാടി. എന്തിനാ വരുന്നേ? ഒന്ന് ഇങ്ങോട്ട് വാടി പറഞ്ഞോലെ. മൂതുപശു കൂത്താടുന്ന പോലെ നീ കിടന്ന് ചാടണ്ട. ഞാൻ ശിവരാമനെ കൊണ്ടൊരു മുണ്ട് വാങ്ങിപ്പിച്ചു കൊടുത്ത് അവളെ ഇനി വിളിച്ചോണ്ട് പോന്നോളാം. അല്ല പപ്പനാൻ ചേട്ടാ, പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ? സംഭവിച്ചു പോയാ അവള് പേറ്. നീ നിന്റെ ജോലി നോക്കണേ. പപ്പനാൻ ചേട്ടന്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയാ മതി. എന്നാ ഞാൻ പോട്ടെ. ചായ വേണോടി? ഇപ്പൊ വേണ്ട പപ്പനാൻ ചേട്ടാ, എന്നാ ഞാൻ വരട്ടെ. ആരൊക്കെയാ പോകുന്നേ? ഞങ്ങളാ മുതലാളി. വാ മോളെ വാ, ഇതിലേ വാ. കണക്ക് അതാരാ നിൽക്കുന്നത്? ജാനകി എലിക്കുട്ടിയാ. വരി, ഇങ്ങോട്ട് വാ. വാ വാ. ഇങ്ങോട്ട് കൊണ്ടാ നോക്കട്ടെ. എടാ പുരുഷു, അങ്ങോട്ട് പോയി എല്ലാരും വന്നിട്ടുണ്ടോ എന്ന് നോക്കടാ. വേല നടക്കുന്നുണ്ടോ എന്ന് നോക്ക്. അവന്റെ ഒരു വേഷം. വെള്ളത്തിൽ കിടന്നാ തണുത്തു പോയില്ലേടി പെണ്ണേ? തണുക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാ വിശക്കില്ല മുതലാളി. മിടുക്കി മിടുക്കി. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. നിന്റെ കൈയൊന്ന് കാണട്ടെ. എന്റെ കൈക്ക് ചൂടാ. എന്തോ ഒരു മാർദ്ദം അല്ലേടി ജാനകി? ഞാനെങ്ങും പിടിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് പോണം. പൊയ്ക്കോ, നീ പൊയ്ക്കോ. നിന്റെ അമ്മയോടെ പോയി കയറി പിരിക്കാൻ പോയി കാണും. ആ മാടി ഇവിടെ.
ഛീ, നീ എന്തിനാ കളവന്റെ അടുക്ക കൈ നീട്ടി നിന്നു കൊടുത്തത്? അയ്യോ പാവമൊന്നുമല്ല. ആ മുതലാളിയുടെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു. അവര് മരിക്കുന്നവരെ അവിടെ എന്തെങ്കിലും വിശേഷിച്ചുണ്ടാക്കിയാൽ എനിക്ക് വിളിച്ചു തരും. എന്റെ കൊച്ചുനാളിൽ ഈ മുതലാളി എന്നെ മടിയിരുത്തി കളിപ്പിച്ചിട്ടുണ്ട്. എന്നാലേ ഇപ്പോഴും മടി കയറിയിരുന്ന് കളിച്ചു. എന്താ മേസ്ത്രി, ഇന്ന് ജോലിക്കാർ കുറവാണോ? ഇന്ന് രണ്ടുപേര് കുറവുണ്ട്. ആ കടത്തുകടവിൽ പാർവതിയാണോ ഇന്ന് വരാത്തത്? അവൾ വന്നിട്ടുണ്ട്, പക്ഷെ വൈകിയാ വന്നത്. അവളെ ഞാൻ വിളിക്കുന്നു പറയും. മുതലാളി വിളിക്കുന്നു. ചെല്ല്. ആ, ഒരു കാര്യം നിന്നോട് പറയാനാ വിളിച്ചത്. ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചു പോയി മുതലാളി. ഇനി മേലാൽ അതുണ്ടാവില്ല. ഏയ് അതല്ല, നീ എത്ര താമസിച്ചു വന്നാലും കുഴപ്പമില്ല. ഇത് വേറൊരു കാര്യം. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയുമില്ലാതെ ഞാനങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോ എനിക്കൊരാഗ്രഹം. നിന്റെ അച്ഛനാകാനുള്ള പ്രായമേ ഉണ്ട് എനിക്ക്. എങ്കിലും ആശ തുറന്നു പറയുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. മുതലാളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആശ ഞാൻ തുറന്നു പറഞ്ഞില്ല. പറയാം. എന്റെ സ്വത്തുക്കൾക്ക് ഒരു അവകാശി വേണമെന്ന വിചാരമാണ് പ്രധാനം. എനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നില്ല. വിവാഹമോ? എവിടുന്ന്? വയസ്സുകാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. നീ എന്താണെന്ന് മിണ്ടാത്തത്? മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. എന്നാ നീ സൗകര്യമായിട്ട് വീട്ടിലേക്ക് പോവാ. എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പറയാം. ഞാനിന്ന് നേരത്തെ പൊയ്ക്കോ. നല്ലപോലെ ആലോചിച്ചിട്ട് പൂർണ്ണ സമ്മതമാണെങ്കിൽ വന്നാൽ മതി. വയ്ക്കോ. നിനക്ക് പറഞ്ഞിട്ട് എന്തോ വേണം? നാടി പിടിച്ചു. അല്ലേ പോവുകയാണോ? എനിക്ക് എന്റെ വീട് വരുന്നു. അങ്ങനെ തോന്നുമ്പോഴൊക്കെ വരാനും പോകാനും ഒന്നും ഇവിടെ പറ്റില്ല. താൻ തന്നെ ജോലി വല്ലതും പോയി നോക്കണം. എന്നെ ഭരിക്കാനൊന്നും വരണം. എന്താ വേണേ കുണിക്കണേ? അമ്മയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയതാ. എന്താടി എനിക്ക് ഒരുങ്ങിയ? ഞാൻ അങ്ങനെ വയസ്സൊന്നും ആയി പോയിട്ടില്ല. ഏയ് ഇല്ല, നര പിഴുന്നത് ഞാൻ കണ്ടല്ലോ. ആ അമ്മ എവിടെ ഇരിക്കെ? നരയെല്ലാം ഞാൻ പിഴുതുതരാം. ഒരു നരയ്ക്ക് 10 പൈസ വെച്ച് തന്നാ മതി. എനിക്കൊരു വലിയ തുക കിട്ടുമല്ലോ. ഒന്ന് പോടി വിശേഷം പറയാതെ. ഇപ്പോഴും ഞാൻ ഒരുങ്ങി ഇറങ്ങിയാൽ നിന്നെക്കാളും കണ്ടാ കൊള്ളാമായിരിക്കും. എന്താ പതിവില്ലാത്തൊരു വേഷം കെട്ടൽ? അമ്മയെ പെണ്ണ് കാണാൻ ചെറുക്കന്മാര് വല്ലവരും വരുന്നുണ്ടോ? പോടി ഒരു വിശേഷക്കാരി. മോൾ ഇന്ന് കായലിൽ പോകണ്ട. അമ്മ പവരം.
മുതലാളിയെ കാണാൻ കടത്തോടെ പാർവതി നിൽക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ടോ? കിടക്കമുറിയില്ലോട്ടോ? പിന്നെ കുളിമുറിയില്ലല്ലോ. നീ അവിടെ നിന്ന് കസേര എടുത്ത് ഞാനിട. ഇവിടെ അവിടെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ചായ കൊണ്ടാ. പറഞ്ഞു വിടാൻ പറഞ്ഞു. ഉന്താൻ കാലി കയറി ചവിട്ടിയല്ല. മീൻകാരികൾ വരും ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ? കേറി വാ. ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. ഇങ്ങോട്ട് വരുന്നതിനെന്താ? കേറി വാ, പറയട്ടെ. ഇവിടെ ഇരി. ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഇരിക്കേ. ഇരിക്കേ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? ഇതെന്താ ആലോചിക്കാനിരിക്കുന്നു? പരിപൂർണ സമ്മതമാണ് അല്ലേ? അതെ. രണ്ടുപേരുള്ളപ്പോ ഒരു ചായ ആണോടാ കൊണ്ടുവരുന്നേ? ഇവിടെ കണ്ടവർക്ക് ചായ കൊടുക്കാറില്ലല്ലോ. നിന്റെ വിശദീകരണമൊന്നും ഇവിടെ ആവശ്യമില്ല. അതങ്ങോട്ട് കൊടുക്ക. എനിക്കിപ്പം ചായ വേണ്ട. വാങ്ങിച്ചു കുടിക്കേ. എന്താടാ വായുമ്പോഴൊന്ന് നിൽക്കണേ? പോയി ഒരു ചായ കൂടെ കൊണ്ടാ. എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം വയസ്സുകാലത്ത് എന്നെ ശുശ്രൂഷിക്കാൻ ഒരാള് വേണം. എന്റെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകാൻ ഇടയാകരുത്. എനിക്കിഷ്ടപ്പെട്ടവർ അതനുഭവിക്കണം. എന്റെ മോടെ നല്ല കാലം. വയസ്സായ എന്റെ ഭാര്യയാകാൻ തങ്കമ്മ പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ നിനക്കൊരു ഭാവമാറ്റം? ഞാൻ വിചാരിച്ചു. എന്തോ വിചാരിച്ചു? ആലോചന എനിക്കായിരിക്കുമെന്ന്. എന്നെ അപേക്ഷിച്ച് നിനക്കും പ്രായക്കുറവാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതാകട്ടെ എന്നാണ് എന്റെ വിചാരം. രണ്ടായാലും ഫലം തുല്യമാണ്. എന്റെ സർവ്വ സ്വത്തുക്കളും നിങ്ങൾക്ക് ലഭിക്കും. എന്നാ പിന്നെ എന്നെ തന്നെ അങ്ങ്. അതെന്തായാലും വേണ്ട. മുതലാളിയുടെ ഇഷ്ടം എന്ന് വെച്ചാൽ? നിർബന്ധമാണ്. തങ്കമ്മയുടെ കല്യാണം തന്നെ നടത്താം. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കല്യാണത്തിന് മുമ്പേ എന്റെ സർവ്വ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. അവളോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എന്നെ വിവരം അറിയിക്കും. കടത്തുകടവി പാർവതിയുടെ മുണ്ടിലൊക്കെ ചായവെള്ളം വീണതായിരിക്കും. തന്റെ കഴുകി തരാൻ പറ. തന്തേരെടുത്തോ? എന്തോ നടി ഇതിനു വേണ്ടി ചിരിക്കാൻ? തങ്കമ്മേ, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. ഇതിലും വലിയൊരു നേരം പോക്ക് ഞാൻ കേട്ടിട്ടില്ലമ്മേ. അപ്പോഴേ എന്നെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ആ കിഴവന് ഉറക്കം വരുന്നില്ല അല്ലേ? കളിയല്ലേ പെണ്ണെ? 1 ലക്ഷപ്രഭുവിന്റെ മുഴുവൻ സ്വത്തുക്കളും കിട്ടുന്ന കാര്യമാണ്. അമ്മ ദാമോദര മുതലാളിയോട് ഒന്നും പറയൂ. ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കണ്ടെന്ന്. ഒരു 10 വയസ്സുകൂടി ആയാലേ മുതലാളിക്ക് വിവാഹപ്രായമാകൂ.
എടി എടി അല്ലെങ്കിൽ എന്നേക്കാൾ 4-5 വയസ്സ് കൂടി പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ നോക്കാൻ പറയൂ. ദൈവമേ, ഇവക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ. അമ്മ അമ്മയുടെ ജോലി വല്ലതും നോക്ക്.